ഓക്കെ, നമുക്കപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഇതുവരെ നമ്മൾ പഠിച്ച പോളിമേഴ്സിനെ പെട്ടെന്നൊന്ന് എഴുതി നോക്കാം. സോ നമ്മൾ ആദ്യം പഠിച്ചത് ഈത്തീനാണ്. ഈത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ. ഇവിടെ സൈഡിൽ എപ്പോഴും N ഉണ്ടാവും പോളിമർ. ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ബോണ്ട് പോവും. അപ്പോൾ നമുക്ക് CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന് കിട്ടും. 2 ബോണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, N ഇട്ട് കൊടുക്കുക. ഓക്കെ നമുക്ക് അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഈത്തീൻ എന്നാണ്. അതിൻ്റെ പോളിമർ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പോളിത്തീൻ എന്ന് വിളിക്കും. രണ്ടാമത് നമ്മൾ പഠിച്ച സാധനം ടെട്രാഫ്ലൂറോ ഈത്തീൻ അല്ലേ. 4 ഫ്ലൂറിനും 2 കാർബണും വരുന്ന ഒരു കോമ്പൗണ്ട് NCF2 ഡബിൾ ബോണ്ട് CF2. ഇതിനെയാണ് നമ്മൾ ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് വിളിക്കുക. ഇതിൻ്റെ പോളിമർ എഴുതുമ്പോൾ സെയിം രീതി തന്നെ ഒരു ബോണ്ടിനെ എടുത്ത് കളയുക അല്ലേ. അപ്പോൾ CF2 സിംഗിൾ ബോണ്ട് CF2, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ബോണ്ട് ഇടുക, ബ്രാക്കറ്റ് വരയ്ക്കുക, താഴെ N കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ. ഇത് മോണോമറാണ്, ഇത് പോളിമറാണ്. അപ്പോൾ ടെഫ്ലോൺ അവിടെ യൂസ് ചെയ്യുന്നത്, ടെഫ്ലോൺ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് കുക്ക്വെയറിലാണ്. പിന്നെ നമ്മൾ പഠിച്ച സാധനമാണ് വിനൈൽ ക്ലോറൈഡ്. എന്താണ് വിനൈൽ ക്ലോറൈഡ്? CH2 ഡബിൾ ബോണ്ട് CHCl, അതായത് ഇവിടെയുള്ള ഒരു H മാറ്റി Cl വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ കിട്ടും? NCH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് എന്തെന്ന് പറയുന്നത്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ മോണോമറാണ്. ഇതിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പോളിമർ കിട്ടും. പോളിമർ എങ്ങനെ ഉണ്ടാവുക? ഒരു ബോണ്ടിനെ എടുത്ത് കളയുക, CH2 സിംഗിൾ ബോണ്ട് CH2Cl അല്ലേ. സെയിം ഒരു ബോണ്ടങ്ങ് എടുത്ത് കളയുക, വേറെ വ്യത്യാസമൊന്നുമില്ല. N ഇല്ല അവിടെ, 2 ബോണ്ട് കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക, N കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുക. സോ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ അത് വൃത്തിയായിട്ട് പഠിക്കണം എല്ലാവരും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിക്കാം. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ മോണോമർ. വരി എഴുതിയിരിക്കുന്നത് മോണോമറിൻ്റെ പേരാണ്, ഇത് പോളിമറിൻ്റെ പേര്, ഇത് അതിൻ്റെ യൂസ്. ഓക്കെ നോക്കാം. സോ വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോളിമർ PVC ആണ്. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? പൈപ്പുകളിൽ ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വയറുകളുണ്ടല്ലോ, പച്ച വയർ, നീല വയർ, മഞ്ഞ വയർ. അപ്പോൾ ആ വയറുകൾ ആ കളർ കൊടുക്കുന്നത് അതിൻ്റെ കോട്ടിംഗ് ആണ്. അതിൻ്റെ അകത്താണ് വയറിരിക്കുന്നത്, കോപ്പർ വയർ അല്ലേ. പുറത്തിരിക്കുന്നത് അതിൻ്റെ കോട്ടിംഗ് ആണ്. ആ കോട്ടിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ PVC വെച്ചിട്ടാണ്. അപ്പോൾ കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്, അതുപോലെ പ്ലാസ്റ്റിക് ഫർണിച്ചേഴ്സ്, പിന്നെ പൈപ്പ്, ഇതൊക്കെയാണ് PVCയുടെ ഉപയോഗങ്ങൾ. ഇനി ഈത്തീനാണ് നമ്മുടെ മോണോമർ. ഈത്തീൻ മോണോമർ വെച്ച് ഉണ്ടാക്കുന്ന പോളിമറാണ് പോളിത്തീൻ. അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ 50 പൈസ കവർ അല്ലേ, ക്യാരി ബാഗ്സ് ഉണ്ട്. അതേപോലെ ടർപ്പോളിൻ ഷീറ്റുകളിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്? പോളിത്തീൻ ഉപയോഗിക്കാറുണ്ട്. നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക എല്ലാവരും. അടുത്ത് നമ്മൾ കേൾക്കാത്ത സാധനമാണ് ഐസോപ്രീൻ. ഒന്നുകൂടെ പറയാം, ഐസോപ്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് ഐസോപ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ റബ്ബർ, നമ്മളെ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ ബാലിൽ നിന്നൊക്കെ എടുക്കുന്ന റബ്ബർ, ആ റബ്ബറിൻ്റെ ഐസോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. മോണോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾ റബ്ബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടയർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെഹിക്കിൾസിൻ്റെയൊക്കെ ടയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ള സാധനമാണ് ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പോളിമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി ടെഫ്ലോൺ യൂസ് ചെയ്യുന്നത്? കോട്ടിംഗ് ഇൻ ദ നോൺ സ്റ്റിക്ക് കുക്ക്വെയർസ്. അടുത്തൊരു കോമ്പൗണ്ടാണ് അക്രിലോനൈട്രൈൽ. എന്താണ് അക്രിലോനൈട്രൈൽ? പേര് ശ്രദ്ധിച്ച് വായിക്കണം, അക്രിലോനൈട്രൈൽ. ഓക്കെ, അക്രിലോനൈട്രൈൽ. അതിന് നമ്മൾ ഇതൊരു മോണോമറാണ്. ആ മോണോമർ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോളിമർ ഒർലോൺ. എന്താണ് ഒർലോൺ? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സിന്തറ്റിക് ഫൈബറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ ഈ നൈലോൺ, റയോൺ പോലുള്ള സാധനങ്ങളൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂള്, കോട്ടൺ പോലുള്ള നമ്മൾ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂലുകളാണ് നാച്ചുറൽ ഫൈബേഴ്സ്. അതേമാതിരി അത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ്. ഓക്കെ, സിന്തറ്റിക് ഫൈബേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ നൈലോൺ, റയോൺ, പോളിസ്റ്റർ. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ് ലൈക്ര അല്ലേ. സോ അതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ ഉണ്ടാക്കുന്ന ഫൈബേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് മാൻ മെയ്ഡ് ഫൈബേഴ്സ് ആണ്. ദാറ്റ്സ് ഓൾ. സോ അക്രിലോനൈട്രൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു മോണോമറാണ്. അതിൻ്റെ പോളിമറാണ് ഒർലോൺ എന്ന് പറയുന്നത്. അതൊരു സിന്തറ്റിക് ഫൈബറാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ. സോ ഇത് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം എല്ലാവരും.